ഫ്രണ്ട്സ് എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +2 ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പഞ്ചവത്സര പദ്ധതികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കി ക്ലാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പറഞ്ഞു നിർത്തി. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 6ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നതിന്റെ കാലയളവ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1979 വരെയാണ് എന്ത് 5ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ 78 മുതൽ 80 വരെ അവിടെ എന്ത് വന്നു, റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് അവതരിപ്പിച്ചു അല്ലെ. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പൊ 80 വരെ റോളിംഗ് പ്ലാൻ ആണ്. ദെൻ അടുത്തത് 80 മുതൽ അല്ലെ 1980 മുതൽ 1985 വരെയാണ് എന്ത് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ് അതിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്നത് എന്താണ്, 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദെൻ രണ്ടാമത്തെ ബാങ്ക് ദേശസൽക്കരണം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ബാങ്ക് ദേശസൽക്കരണം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ബാങ്ക് ദേശസൽക്കരണം നടക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. വർഷം 1980-ലാണ്. 6 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത്. ഒന്നാമത്തെ ബാങ്ക് ദേശസൽക്കരണത്തിൽ 14 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചതെന്ന് പറഞ്ഞു. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് രണ്ടാം ബാങ്ക് ദേശസൽക്കരണത്തിൽ 6 ബാങ്കുകളാണ്. ഓക്കെ, 6ാം പഞ്ചവത്സര പദ്ധതിക്ക് 6 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത്. ഓക്കെ ആണല്ലോ. ദെൻ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ഓക്കെ, തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ദെൻ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP, അതുപോലെ തന്നെ RLEP എന്ന് വെച്ചാൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഓക്കെ, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നതും അതുപോലെ തന്നെ NREP എന്ന് പറയുന്നതും സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1980 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാമത്തെ ബാങ്ക് ദേശസൽക്കരണം നടന്നു 1980-ലാണ്. 6 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത്. തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP, അതുപോലെ തന്നെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP, NREP എന്ന് പറയുന്ന എന്താണ് പ്രോഗ്രാംസ് കൊണ്ടുവന്നത് എപ്പോഴാണ്, 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. നെക്സ്റ്റ് 7ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമുക്കറിയാം 80 to 85 ആണ് 6ാമത്തേത്. സോ 7ാമത്തേത് എപ്പോഴാണ് തുടങ്ങുക, 85 to 90 ആണ് അല്ലെ. 1990 വരെയാണ് എന്ത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. 85 to 90 ആണ് 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ദെൻ വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ ഇന്ത്യക്ക് വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ ഇന്ത്യക്ക് വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ NREP, RLEGP നമ്മൾ എന്താണെന്ന് പറഞ്ഞല്ലേ. അപ്പം NREPയും RLEGPയും കൂടെ ചേർന്നിട്ട് ജവഹർ റോസ്കർ യോജന ആരംഭിക്കുന്നത് എപ്പോഴാണ്, 7ാം പഞ്ചവത്സര പദ്ധതിക്കാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ജവഹർ റോസ്കർ യോജന എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് 1981 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അപ്പോൾ അത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 6ാം പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ പറഞ്ഞു NREP സ്ഥാപിച്ചു, രൂപീകരിച്ചു. അതുപോലെ തന്നെ RLEGPയും എപ്പോഴാണ്, 6ാം പഞ്ചവത്സര പദ്ധതിക്കാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ജവഹർ റോസ്കർ യോജന സ്ഥാപിച്ചത് 1981 ഏപ്രിൽ 1-നാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ ആണല്ലോ. ദെൻ മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയൊക്കെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്, രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, രാജീവ് ഗാന്ധിയാണ്
ഇനി നമ്മൾ പറഞ്ഞു 90 വരെയാണ് എന്തെന്ന് പറയുന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഈ 90 മുതൽ 92 വരെ കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം വാർഷിക പദ്ധതിയാണ് വരുന്നത്. ഓക്കെ, വാർഷിക പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം വരുമ്പോൾ നടത്തുന്നതാണ് വാർഷിക പദ്ധതി. പഞ്ചവത്സര പദ്ധതിയല്ല, വാർഷിക പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ 90-92 കാലയളവാണ് എന്തെന്ന് പറയുന്നത് വാർഷിക പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് പഠിക്കണം. 1985 to 90 ആണ്. ദെൻ വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ ഇന്ത്യക്ക് വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. NREP അതുപോലെ തന്നെ RLEGP രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ജവഹർ റോസ്കർ യോജന അല്ലെ, ജവഹർ റോസ്കർ യോജന വരുന്നത് 1981 ഏപ്രിൽ 1 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ദെൻ 90 കഴിഞ്ഞ് 90-92 എന്ന് പറയുന്ന വർഷങ്ങളിൽ വാർഷിക പദ്ധതിയാണ്. ഓക്കെ, കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം വാർഷിക പദ്ധതിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് എട്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു 90 to 92 എന്താണ് വാർഷിക പദ്ധതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 92 to 1997 വരെയാണ് എന്തെന്ന് പറയുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 മുതൽ 97 വരെയാണ്. PV നരസിംഹറാവു ആണ് അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, PV നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്, അതായത് മൻമോഹൻ സിംഗ് എവിടെ വരുന്നുണ്ട്? നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. രണ്ടാളുടെ പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24 എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, പഞ്ചായത്തി രാജ് നിയമം, പഞ്ചായത്തി രാജ് സംവിധാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതേതാണ്? പഞ്ചായത്തി രാജ് നിയമമാണ്. ഓക്കെ, പഞ്ചായത്തി രാജ് സംവിധാനമല്ല, പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1993 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത് ഏത് കാലഘട്ടത്തിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത് 1995 ജനുവരി 1 ഓക്കെ, ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാവുന്നത്. അത് ഏത് സമയത്താണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, ദെൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. 92 to 97 കാലയളവ്. PV നരസിംഹറാവു ഉണ്ട് പ്രധാനമന്ത്രിയായിട്ട്. ദെൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത് 1995 ജനുവരി 1 എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24 എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമുക്കറിയാം. ഇവിടെ 97 നിന്നത് അല്ലേ? അപ്പോൾ 97 മുതൽ 2002 വരെയാണ് എന്ത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടു, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. കുടുംബശ്രീ ആരംഭിച്ചു, വർഷം ഓർത്തിരിക്കുക 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചു. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ
കാലത്താണ്. ഓക്കെ, ദെൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി, അതായത് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം എന്ന് പറയുമ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ 1997 എന്ന് പറയുന്നത് 1947 to 97 50 വർഷ കാലയളവ് അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ സമയത്തുള്ള രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ KR നാരായണനാണ്. നമ്മൾ ഇതുവരെ പ്രധാനമന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ്, KR നാരായണൻ എന്ന് പറയുന്നത് മലയാളിയാണ് അല്ലെ, മലയാളി ആയിട്ടുള്ള രാഷ്ട്രപതിയാണ്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് രാഷ്ട്രപതി എന്ന് പറയുന്നത് KR നാരായണനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 9ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് ഇമ്പോർട്ടൻ്റ് ആണ്, 97 to 2002. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമിട്ട പദ്ധതിയാണ്, കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആരംഭിച്ചതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ എന്താണ് പറഞ്ഞത്, രാഷ്ട്രപതി ആരാണ്, KR നാരായണൻ. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം കാലഘട്ടം എത്രയാണ്, 9 2002 അവസാനിക്കുന്നത്. സോ 10 2002 മുതൽ 2007 വരെയാണ് എന്ത്, 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 2002 മുതൽ 2007 വരെയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്, 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, കേരള വികസന പദ്ധതി എന്ന് ചോദിച്ചാലും കേരള മോഡൽ പദ്ധതി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, കേരള മോഡൽ വികസന പദ്ധതി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കേരള മോഡൽ പദ്ധതി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കേരള വികസന പദ്ധതി എന്ന് ചോദിക്കാം. ഏത് ചോദിച്ചാലും ഏത് തന്നെയാണ്, 10ാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. രാഷ്ട്രപതി ആരായിരുന്നു, 10ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തുള്ള രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക, APJ അബ്ദുൽ കലാം. ദെൻ ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്തിന്റെ ലക്ഷ്യം, 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ളത്, അത് ഓർത്തിരിക്കുക. ഓക്കെ, 10ാം പഞ്ചവത്സര പദ്ധതി വർഷം 2002 to 2007, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നു. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. ദെൻ ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരിക്കും, 2007 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 2012 വരെയാണ് എന്ത്, 11ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 2007 to 2012 11ാം പഞ്ചവത്സര പദ്ധതി. ഇതെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, അതായത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോഡ്, ജലം, ഗതാഗതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതിലെല്ലാം ഉള്ള വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്താണ് വളർച്ചയാണ് എന്തുദ്ദേശിക്കുന്നത്, 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ഓക്കെ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2009 ഓഗസ്റ്റ് 6 11ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2009 ഓഗസ്റ്റ് 6 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ദെൻ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, 11ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്, 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 to 2012. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ സംരക്ഷണം നിലവിൽ വന്നു. ഏതാണ് സംരക്ഷണ നിയമം, 2009 ഓഗസ്റ്റ് 6 നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇനി 12ാം പഞ്ചവത്സര പദ്ധതി, ലാസ്റ്റ് പഞ്ചവത്സര പദ്ധതി 2012 to 2017 അല്ലെ. 2017 പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. അപ്പോൾ 2012 to 2017 കാലയളവ് ഓർത്തിരിക്കുക.
അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. ഓക്കെ, സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള പെട്ടെന്നുള്ള വളർച്ച, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, പെട്ടെന്നുള്ള വളർച്ച, അതുപോലെ തന്നെ സുസ്ഥിരമായ വികസനം. ഇതൊക്കെയാണ് എന്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കാനുള്ളത്. 12 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ 2 ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ. അതുപോലെ തന്നെ ഉൽപാദനം എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.